പുണർദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം നാളുകൾ ചേരുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വേഴം അനുകൂലമല്ലാതാകുന്നത് കൊണ്ടുള്ള സമയദോഷം ഈ വർഷം കർക്കിടകം രാശിക്കാർ അനുഭവിക്കേണ്ടി വരും. ജോലിസ്ഥലത്ത് നിന്ന് മാറ്റം വരുന്ന അവസ്ഥ, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ സ്വദേശത്തേക്ക് മടങ്ങേണ്ടി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ വിദേശത്ത് തന്നെ ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം, നാട്ടിലാണെങ്കിൽ സ്ഥലം മാറ്റം പോലുള്ള കാര്യങ്ങൾ, ജോലിയായിട്ട് ബന്ധപ്പെട്ടും താമസവുമായി ബന്ധപ്പെട്ടും. വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ വീണ്ടും മറ്റൊരു വാടക വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം. ഇങ്ങനെ നിരന്തരമായ ചില മാറ്റങ്ങൾ ഈ വർഷമുണ്ടാകും. അതേസമയം വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ കഴിയും. വീടിൻ്റെ പണികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഒരു വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ അസ്വസ്ഥത മാറ്റാൻ വേണ്ടിയുള്ള പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ വർഷത്തെ സമയദോഷത്തിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ നാം ചെയ്യേണ്ടത്. ഭൗതിക നേട്ടങ്ങൾക്കൊന്നും അവിടെ മാറ്റം വരുന്നില്ല. എന്നാൽ ആധ്യാത്മികപരമായിട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ എത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ശാസ്താവിന് കൂടി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഒഴിവാകും. നാം എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിലെന്തെങ്കിലും തന്നെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ശനിദോഷം കൊണ്ട് ഈ വർഷം ഉണ്ടാകുന്നുണ്ട്. ഇതിനാണ് ശാസ്താവിന് പരിഹാരം ചെയ്യേണ്ടത്. നെയ്യ് വാങ്ങി വെച്ചാൽ മതിയാകും. പരിഹാരങ്ങൾ എന്നുള്ളത് ഒരുപാട് പരിഹാരങ്ങൾ സാധാരണ ചെയ്യുന്നുണ്ട്. പക്ഷെ സമയദോഷം വരുമ്പോഴൊക്കെ തന്നെ നെയ്യോ അതിനേക്കാൾ കൂടിയ നിവേദ്യം പോലുള്ള കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം. നിവേദ്യം ഒരു അമ്പലത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൂജാരിയുടെ സഹായം കൂടെ തന്നെ വേണ്ടി വരും. അതിനു വേണ്ടിയുള്ള സംവിധാനം നാം ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കായിട്ട് നേരിട്ട് ചെയ്യാൻ കഴിയുന്നത് നെയ്യ് വാങ്ങി ഈ കോവിലുകളിൽ, ഈ അമ്പലങ്ങളിൽ നടക്കി വയ്ക്കുക എന്നുള്ളതാണ്. എല്ലാ സമയത്തും ഉണ്ടാകുന്ന സമയദോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മാനസിക ടെൻഷൻ ഒഴിവാക്കാനായി ഹനുമാനെ കൂടെ പ്രാർത്ഥിക്കുന്നത് ഈ വർഷം നല്ലതായിരിക്കും. ഭൗതിക നേട്ടങ്ങൾ കൂട്ടാനായിട്ട് മഹാവിഷ്ണുവിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഹനുമാനാണ് പരിഹാരം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് അധിക ചെലവ് അനുഭവപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ഈ വർഷം വരാം. അങ്ങനെ വന്നാൽ അതിന് പരിഹാരം ഗണപതിക്കാണ്. ഗണപതിക്കും നെയ്യ് വാങ്ങി വയ്ക്കാം, അല്ലെങ്കിൽ ഉണ്ണിയപ്പ നിവേദ്യം പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും നമ്മുടെ അസ്വസ്ഥതകൾ മാറ്റാനുള്ള പരിഹാരം ചെയ്തുകൊണ്ട്, ആ സമയത്തിൻ്റെ ദോഷവുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വർഷം വസ്തു, വീട്, വാഹനം തുടങ്ങിയ ഭൗതിക കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും.